ഇപ്പോൾ സലീൽ KP എന്ന വ്യക്തി കൂടി ചേരുകയാണ്. അദ്ദേഹം ആ കെട്ടിടത്തിലെ ഒരു വ്യാപാരി കൂടിയാണ്. ശ്രീ സലീൽ, താങ്കൾ ഇന്നലെ ആ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? കെട്ടിടത്തിലുണ്ടായിരുന്നോ? യെസ്, ഇത് ഈ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങളൊക്കെ വളരെ വേഗത്തിൽ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണോ ചെയ്തത്? നമ്മള് പുറത്ത് എല്ലാരും മൊത്തത്തിലുള്ള ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. യെസ്, താങ്കളുടെ ഈ ബിസിനസ് മുകളിലത്തെ നിലയിലായിരുന്നോ താഴത്തെ നിലയിലായിരുന്നോ? നേരെ താഴത്തുനിന്നല്ല. അല്ല, ഇപ്പോൾ ഈ അപകടത്തിന് പിന്നാലെ ഉയരുന്ന വലിയൊരു ആരോപണം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത് ഈ മുകൾ നിലയിൽ മുഴുവൻ അനധികൃത നിർമ്മാണമാണ്, തകര ഷീറ്റുകളൊക്കെ കെട്ടിമറച്ചുകൊണ്ട് അനധികൃത നിർമ്മാണം നടന്നു, അതാണ് വലിയ രീതിയിൽ ഈ തീ അണയ്ക്കാനൊക്കെ പ്രതിസന്ധിയിലായത് എന്ന രീതിയിൽ ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതിന്റെ കൃത്യമായ അവസ്ഥ എന്താന്ന് അറിഞ്ഞൂടാ. അത് മേലത്തെ അതിന്റെ അധികാരികൾക്ക് അറിയുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഐഡിയ എനിക്ക്. അല്ല, എന്നാലും താങ്കൾ അവിടെ ആ കെട്ടിടത്തിൽ തന്നെയാണല്ലോ. ഈ മുകൾ നിലയിൽ മുഴുവൻ ഈ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അത് അണയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ? സംവിധാനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അത് അവിടെ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാതായതാ. ഈ വർഷാവർഷം ഈ ഫയർ ഓഡിറ്റ് ഒക്കെ അവിടെ നടത്താറുണ്ടോ? എങ്ങനെ ഫയർ ഓഡിറ്റ് ഒക്കെ നടത്താറുണ്ടോ? ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയൊക്കെ നടക്കാറുണ്ടോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊക്കെ? എല്ലാ കോർപ്പറേഷൻ ബിൽഡിങ്ങിലും ഉണ്ട് അത്. സൗകര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം ടൈം എടുത്തത് ഈ തീ അണയ്ക്കാൻ? അത് ടെക്സ്റ്റൈൽ ഐറ്റംസ് ക്ലോത്ത് ആയതുകൊണ്ടാണ്, തുണി ആയതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത്. മൊത്തത്തിൽ തുണിയിൽ കവർ കൊണ്ടുണ്ട്, പ്ലാസ്റ്റിക് കവറും കൂടി പാക്കിംഗ് ആണ്. അതുകൊണ്ട് ഈ പെട്ടെന്ന് കെടാൻ സാധ്യത കുറവാണ്. യെസ്, അതായത് വലിയ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് സ്റ്റോക്കുകൾ കടാണ്. ശരി, നന്ദി സലീൽ പ്രതികരിച്ചന്. അദ്ദേഹം ആ കെട്ടിടത്തിലെ വ്യാപാരിയാണ്. അദ്ദേഹം പറയുന്നു അവിടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ട്, കൃത്യമായ പരിശോധനയൊക്കെ നടത്താറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ അനധികൃത നിർമ്മാണമൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ വ്യക്തതയില്ല എന്നാണ് പ്രതികരണം. എന്തായാലും